എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോഴുള്ള എല്ലാ ദിവസവും തുടങ്ങുന്നത് ഒരു ചായയോട് കൂടി തന്നെയാണ് കേട്ടോ. അപ്പം ചായക്കുള്ള വെള്ളമൊക്കെ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് നേരെ വന്ന് മെഷീൻ അങ്ങ് ഓണാക്കി. ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വെള്ളം വരുന്ന സമയത്ത് മോട്ടർ നമുക്ക് ഓണാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം പിന്നെ മെഷീൻ ഓഫാക്കി ഇടണം. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ മെഷീൻ അങ്ങ് ഓണാക്കി കേട്ടോ. അതിനുശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് കയറിയൊക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഏട്ടന് ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് കുറേ സമയം കിട്ടും കേട്ടോ രാവിലെ. അപ്പം ആ സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനും കൂടി ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. തലേ ദിവസം തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്യാരറ്റും ബീൻസും പച്ചമുളകും ഉള്ളി കറിവേപ്പിലയും വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കടുവൊക്കെ വറുത്ത് അതിനകത്തേക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പയറും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ആവി കയറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പയർ പുഴുങ്ങിയതങ്ങ് റെഡിയാവും കേട്ടോ. പിന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പോൾ രാവിലെ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സൈഡിൽ നമ്മുടെ ചായയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി ചായയൊക്കെ കുടിച്ചൊന്ന് ഉഷാറായെങ്കിലാണ് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളൊരു മൂടൊക്കെ വരത്തുള്ളൂ. ഇവിടെ തണുപ്പ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇഞ്ചി ഇട്ടുള്ള ചായ നമുക്ക് രാവിലെ ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. ആ ചായ കുടിക്കുമ്പോഴാണ് നമുക്കൊരു ഉഷാറുണ്ടാവുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് ഇപ്പം ഇഷ്ടംപോലെ ഇഞ്ചിയൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ഇഞ്ചിക്കൊരു ക്ഷാമവും ഇല്ല കേട്ടോ. പക്ഷെ നാട്ടിലത്തെ ഇഞ്ചിയും ഇവിടെ കിട്ടുന്ന ഇഞ്ചിയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. ഇവിടുത്തെ ഇഞ്ചി ഭയങ്കര വലിയ ഇഞ്ചി ആയിരിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ ഇഞ്ചിയുടെ അത്ര ആ ഒരു ഘ്രാണമില്ല കേട്ടോ. അപ്പം ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പം നാട്ടിലത്തെ ഇഞ്ചി ഇച്ചിരി ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ നമ്മൾ ഒരുപാട് ഇഞ്ചി ഇടേണ്ടി വരും ആ ചായക്ക് അത്രയും ഫ്ലേവർ വരണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ അതെ ആ സമയം ആയപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് അതിനകത്ത് കുറച്ച് നാരങ്ങ നീരും മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പം ഇളയ മോനാണ് കേട്ടോ ഇത് ആദ്യമേ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്. അവനപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അതിനകത്തേക്ക് കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം അവനങ്ങ് കഴിച്ചോളും. എങ്ങനെയായാലും സാധനകത്തേക്ക് പോയാൽ മതിയല്ലോ. അങ്ങനെ നാസ്തയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിയിലാണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊലയാണ്. അപ്പം വീട്ടിൽ നമുക്ക് വറുത്തരാൻ ആളില്ലാത്തത് കൊണ്ട് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ കൊലയൊക്കെ വറുത്തെടുത്തത്. അപ്പം ഏട്ടൻ എനിക്ക് കട്ട് ചെയ്ത് തന്നു. ഞാനാണ് കേട്ടോ വറുക്കാൻ നിന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മണിക്കൂർ എടുത്ത് കേട്ടോ. നമ്മുടെ കയ്യിൽ വലിയ പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ 2 കാ വെച്ചിട്ടാണ് കേട്ടോ വറുത്തെടുത്തത്. ഒരുപാട് നേരം എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നു. അപ്പം ആ സമയം ആയപ്പോഴത്തേക്കും നമ്മുടെ വാട്ടർ ഫിൽറ്ററൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ആളിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നു. ഓരോ വർഷവും നമ്മളിതിൻ്റെ ഫിൽറ്ററെല്ലാം ചേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് വെച്ചിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടോ. നമ്മളിവിടെ താമസിച്ചിട്ട് ഇപ്പം 3.5 വർഷം ആയെങ്കിലും ആദ്യമൊക്കെ നമ്മൾ വെളിയിൽ നിന്നാണ് കേട്ടോ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് വെളിയിൽ വെള്ളം കിട്ടാനൊക്കെയുള്ള ബുദ്ധിമുട്ടായപ്പോഴാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് ഫിൽറ്ററൊക്കെ വാങ്ങി വെച്ചത്. അപ്പം പുള്ളിക്കാരൻ വന്ന് എല്ലാമൊക്കെ മാറ്റി അതൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ട് പോയി. അപ്പം ഞാൻ അപ്പോഴേക്കും കായൊക്കെ വറുത്തെടുത്തിട്ട് തുണി കുറച്ചും വെളിയിൽ വിരിച്ചിട്ടാനുണ്ടായിരുന്നു. അപ്പം ഇപ്രാവശ്യം ഞാൻ മേളിൽ കൊണ്ടുപോയില്ല കേട്ടോ. ഒന്നാമത് വെയിലില്ല. പിന്നെ 1 മണിക്കൂർ കഴിയുമ്പോൾ എടുക്കാനും കൂടി പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാൽക്കണി തുറന്ന കയറൊക്കെ ഒന്ന് വൃത്തിയാക്കി അതിനുശേഷം തുണി അങ്ങ് അവിടേക്ക് നൂത്തിടാൻ വിചാരിച്ചേട്ടാ. അപ്പം മെഷീനിൽ ഇട്ടിട്ട് ഇടുന്നത് കൊണ്ട് കുറച്ച് നന്നായിട്ട് അത് ഉണങ്ങി കിട്ടുന്നുണ്ട്. പിന്നെ 2 ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അങ്ങ് ഉണങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ തന്നെ അങ്ങ് തുണിയെല്ലാം അങ്ങ് വിരിച്ചിട്ട് കേട്ടോ. ബാൽക്കണി ഒന്നും തുറക്കാത്തത് കൊണ്ട് അവിടെ ഇട്ടിരുന്ന കയറൊക്കെ നല്ല അഴിക്കുടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തുണിയെല്ലാം വിരിച്ചിട്ടു. എന്നിട്ട് ബാൽക്കണി ഇങ്ങ് അടച്ചു വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ നല്ല തണുത്ത കാറ്റ് കയറുവേ. അപ്പം തണുപ്പ് തുടങ്ങിയതിന് ശേഷം പിന്നെ കതകും ജനലും ഒന്നും തുറക്കാറില്ല കേട്ടോ. എന്നാലും ഇതുവഴിയോ തണുത്ത കാറ്റകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇനി ഉച്ചയൂണിനുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ. അപ്പം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടാതെ രാവിലെ കാ വറുത്തതിൻ്റെ കുറച്ച് മൂട് ഭാഗം ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പം ശ്രീചേട്ടൻ്റെ ഒക്കെ അമ്മ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടേക്ക് ഇത് തോരൻ വെക്കും. അപ്പം എനിക്ക് തോരൻ വെക്കത്തക്ക രീതിയിലുള്ള ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഉള്ളത് വെച്ചിട്ട് ഉണക്കക്കൊഞ്ചും എല്ലാം കൂടി ഇട്ടിട്ട് തേങ്ങയൊക്കെ അരച്ച് ഒരു കറിയാക്കി കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പം അതിവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ അതങ്ങ് ആക്കി അതിനുശേഷം റൂമെല്ലാം മക്കൾ തൂത്തുവാരി തന്നേട്ടോ. പിന്നെ ഒന്ന് തുടച്ചാൽ മാത്രം മതിയായിരുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ തുടക്കം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടെ ഇത് ഞാൻ ധൂപാണ് കേട്ടോ. ധൂപ് ഞാനൊന്ന് കത്തിച്ച് വെക്കാണ്. ഇപ്പം വെയിലും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ റൂമിനകത്ത് നമ്മൾ ഇതേപോലെ കതകും ജനലും എല്ലാം അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു സ്മെല്ലുണ്ട് കേട്ടോ. ആ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ധൂപ് കത്തിച്ച് വെക്കുന്നത്. അപ്പം അത് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്രഷ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഈ പ്ലഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ട് ഇവിടെ. പക്ഷെ പ്ലഗ് ഭയങ്കര കമ്മി ആയതുകൊണ്ട് ഞങ്ങൾ ധൂപ് കത്തിച്ചാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ അതിനുശേഷം ചോറുണ്ണാണ്. അപ്പം ചോറിന് രാവിലെ ഉണ്ടാക്കിയ കറിയും മോരുകറിയും പിന്നെ കുറച്ച് മെഴുക്കുവരട്ടിയായിരുന്നു കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.